നമസ്കാരം. ഈ കേസുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ കടമായി ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിത്തരാം എന്ന് എന്നെ പ്രലോഭിപ്പിച്ച ആളാണല്ലോ ബാലേന്ദ്രകുമാർ. കഷ്ടകാലത്തിന് എൻ്റെ ഇല്ലായ്മ കൊണ്ട് ഞാൻ അന്ന് കയറി ഞാനപ്പോൾ പടമോ സീരിയലോ വല്ലതും ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാം, എനിക്ക് വാങ്ങിച്ചതാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നാണം കെട്ടുപോയേനെ ഞാൻ. കാരണം ദിലീപിന് എതിരായി ബാലേന്ദ്രകുമാർ മാറുമ്പോൾ ചാനലിൽ ആദ്യം പറയുന്നത് അതായിരിക്കില്ലേ, ആ ദിലീപിൻ്റെ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചവനാണ് ഈ ശാന്തുള്ള ദിനേശ്, കള്ളനാണ് എന്ന് പറയില്ലേ. നമ്മൾ ചോദിച്ചില്ല, നമ്മുടെ ഇല്ലായ്മകൾ നമ്മൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ സമ്മതിക്കാതായപ്പോൾ സിന്ധുവിനെ ഭയങ്കരമായിട്ട് പ്രലോഭിപ്പിച്ചു. ചേച്ചി, ജീവിക്കാനറിയാത്ത മനുഷ്യനാണ് ഈ ദിനേശ്, ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ ചേച്ചിക്ക് അയച്ചു തരാം. പടമോ സീരിയലോ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ പടമോ സീരിയലോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഭിമാനക്കുറവ് തോന്നുകയാണെങ്കിൽ അപ്പം തിരിച്ചു കൊടുത്താൽ ദിലീപ് സാർ വാങ്ങിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടും 10,000 രൂപ കിട്ടിയാൽ 10 ലക്ഷം ആവുന്ന അവസ്ഥയിലാണ് ജീവിതം. എന്നാലും ആത്മാഭിമാനം വിറ്റ് വേണ്ട. കാരണം ഞാൻ ഈ ചർച്ചയ്ക്ക് ദിലീപിനെ പരിചയമില്ലാത്ത ഞാൻ ഈ ചർച്ചയ്ക്ക് പോയത് ദിലീപ് ഇതുപോലെ വല്ല നക്കുന്നുണയും തരും എന്ന് വിചാരിച്ചാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ദിനേശ് എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. നെയ്യാറ്റിൻകര ബിഷപ്പിന് 10 ലക്ഷം രൂപയും ഒരു ബെൻസ് കാർ വാടകയ്ക്കും എടുത്തു കൊടുത്താൽ ജാമ്യം നേടാം എന്ന് ദിലീപിൻ്റെ അനുജൻ അനൂപിനോടും അളിയൻ അഡ്വക്കേറ്റ് സൂരജിനോടും ഒന്ന് പറയാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല. എനിക്ക് ബിഷപ്പുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അവർക്ക് അറിയില്ലെന്നേ. ദിനേശ് ജി ഒന്ന് സംസാരിക്കും. ബിഷപ്പിന് ഒരു 10 ലക്ഷം രൂപ കൊടുക്കണം. വയസ്സായതുകൊണ്ട് ബെൻസിലേ യാത്ര ചെയ്യാൻ പറ്റും, ഒരു ബെൻസ് കാർ. അത് എറണാകുളത്ത് ചെന്ന് തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്തും. ദിനേശ് ജി ഒന്ന് സംസാരിക്കണം. അത്തരം കാര്യങ്ങളൊന്നും പറയില്ല എന്ന് അണ്ടർലൈനിട്ട് ഞാനന്ന് ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞു. അതെൻ്റെ ജോലിയല്ല ബാലേന്ദ്രകുമാറെ, ഞാനതൊന്നും ചെയ്യില്ല. ADGP ഇപ്പോൾ DGP ആണല്ലോ ശ്രീജിത്ത്, അദ്ദേഹത്തിനൊരു 10 ലക്ഷം കൊടുത്താൽ, ശ്രീജിത്തിൻ്റെ സഹോദരി ഒരു ജഡ്ജാണ്, അവരെ കൊണ്ട് ജാമ്യം എടുത്തു തരാം, കേസിലും ഇടപെടുത്തിക്കാം. ദിനേശ് ജി ഒന്ന് പറയുമോ? പറയില്ല. കാരണം വളഞ്ഞ വഴിയിലൂടെ ജാമ്യം കിട്ടണ്ട. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കട്ടെ, തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കോടതിക്ക് മനസ്സിലായി, കോടതി ജാമ്യം കൊടുക്കട്ടെ എന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിന്നു. അന്ന് മന്ത്രി അല്ല, പ്രതിപക്ഷത്താണ് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന് ഒരു 10 കോടി രൂപ എത്തിച്ചാൽ, 10 കോടിയൊക്കെ ഈ ബാലേന്ദ്രകുമാർ സംസാരിക്കുന്ന കേട്ടാൽ 10 രൂപ കപ്പൽ ടീ വാങ്ങിക്കാൻ നമ്മൾ 10 രൂപ എടുക്കില്ലേ, ഒന്ന് അറച്ചിട്ടില്ലേ നമ്മൾ 10 രൂപ ചിലവാക്കുള്ളൂ എന്ന് പറയും പോലെ കപ്പൽ ടീ വാങ്ങിക്കാൻ 10 രൂപ എടുക്കും പോലെയാണ് പറഞ്ഞത്. ഒരു 10 കോടി രൂപ PK കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്താൽ പുള്ളിക്കാരൻ അതിൽ നിന്ന് 2 കോടി അദ്ദേഹം എടുക്കും. എല്ലാം സത്യസന്ധമായിട്ട് സംസാരിക്കുകയാണ്. 8 കോടി CMൻ്റെ കയ്യിലെത്തിക്കും. ഉപദ്രവിക്കാതെ നോക്കണം എന്ന് മാത്രം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ മതി. എൻ്റെ പൊന്ന് ബാലേന്ദ്രകുമാറെ, ഇതുപോലുള്ള നാറിയ കാര്യങ്ങൾ പറയാൻ എന്നെ വിളിക്കരുത്. ഞാൻ അത്തരക്കാരനല്ല ബാലേന്ദ്രൻ, അല്ല. എനിക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ദിലീപ് സാറിനെ ഒന്ന് പുറത്തിറക്കണം, അതിനുവേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുജനും അളിയനൊന്നും ഒരു താല്പര്യമില്ലെന്നേ, അവർക്ക് അയാളവിടെ കിടക്കട്ടെ എന്നാണ്. ഞങ്ങളുടെ അത് അയാളോട് കിടക്കുന്ന അയാളുടെ കോടികൾ ബാങ്കിൽ കിടക്കല്ലേ, എടുത്തിട്ട് കളിക്കാമല്ലോ അവന്മാർക്ക്. ഞാൻ പലവട്ടം അവന്മാരുടെ പറഞ്ഞു, അവന്മാർ ഒതുങ്ങുന്നില്ല. ദിനേശ് പറയുമ്പോൾ തന്നെ അവന്മാരും പറയണം ഒതുങ്ങില്ല. 10 കോടിയോ 10 ലക്ഷമോ ഒക്കെ ചിലവാക്കിയില്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നതിൽ ഒരു പ്രശ്നമില്ല എന്നാണ് അനൂപ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്നോടിത് പറയരുത്. ഞാനിത് ദിലീപ് സാറിനോടും പറഞ്ഞു ജയിലിൽ ചെന്ന്. അദ്ദേഹം അടുക്കുന്നില്ല. ഇതിൽ നിന്ന് ഊരിയിട്ട് വേണം, ഞാനിതിൽ ആവശ്യമില്ലാതെ ഇടപെടണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്ന് ഊരിയിട്ട് വേണം എനിക്ക് പിക്ക് പോക്കറ്റ് തുടങ്ങാൻ. ഇതിനൊന്നും പറ്റിയ ആളല്ല ബാലേന്ദ്രകുമാറെ എന്ന് ഞാൻ തീർത്തും അങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ ബാലേന്ദ്രകുമാറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പിക്ക് പോക്കറ്റ് എന്ന ദിലീപിൻ്റെ സിനിമ നിർമ്മിച്ചു കൊടുക്കാം, സംവിധാനം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് വഴി കണ്ടവരിൽ നിന്നൊക്കെ 5 ലക്ഷം 10 ലക്ഷം 25 ലക്ഷം വെച്ച് കടം വാങ്ങിച്ചിട്ടുണ്ട്, അഡ്വാൻസ്. മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങളിലേക്ക് പോവുകയും ദിലീപ് ജയിലിലാവുകയൊക്കെ ചെയ്തപ്പം പൈസ കൊടുത്തവർ ടൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ പൈസ ഇടും. അപ്പോൾ ഇയാൾക്ക് അത്യാവശ്യമായിട്ട് ദിലീപിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയെന്ന് പുറത്ത് പ്രഖ്യാപിക്കണം. ഇത്രാം തീയതി മുതൽ ചിത്രീകരണം തുടങ്ങും എന്നൊരു വാക്ക് ദിലീപ് സാർ തന്നാൽ മതി, നടക്കും. ഇവരെ ഒതുക്കാം ഈ പൈസ കൊടുത്തവരെ. തുടക്കത്തിലൊന്നും ഇത് എന്നോട് പറഞ്ഞില്ല, പിന്നെ ടൈറ്റ് ആയപ്പോഴാണ് എൻ്റെ ഈ വിവരം പറയണേ. ഇതിനൊന്നും പറ്റിയ ഒരാളല്ല ബാലേന്ദ്രകുമാറെ ഞാനെന്ന് തീർത്തും ഞാനങ്ങ് പറഞ്ഞു. ദിനേശ് ജി, എനിക്കൊരു പോലീസുകാരൻ സഹോദരനുണ്ടേ, ഇയാളുടെ ഒരു ബ്രദർ
പോലീസുകാരനെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. എന്ത് പോക്കൃത്തരവും അവൻ ചെയ്യും. ഏത് കാക്കിയിട്ടവൻ, നല്ല ഫാമിലി. അവനെ കൊണ്ട് ആ വൃത്തികെട്ട കൊട്ടാരക്കര വിക്രമനെ പൊക്കി അകത്തിട്ട് 4 ചാമ്പ്യാലോ. ഞാൻ പറഞ്ഞു എന്ത് കേസ് എന്തെന്നും പറഞ്ഞ് പിടിച്ച് അകത്തിടും. അതൊക്കെ അവൻ കണ്ടെത്തിക്കൊള്ളുന്നു. കേസ് ഉണ്ടാക്കാനാണ് ആ പ്രശ്നം. എൻ്റെ അനിയൻ സഹോദരൻ വിചാരിച്ചാൽ അവനെ പൊക്കാം. പക്ഷേ കാശിറക്കണം, എല്ലാത്തിനും കാശിറക്കണം, അതാണ് പ്രശ്നം. കാരണം ഇവൻ പൈസ ഇല്ലാതെ നിന്ന് വിഷമിക്കുകയാണ്. അപ്പോൾ ഈ ദിലീപിനെ വച്ച് മാക്സിമം പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് പുള്ളിയുടെ ചിന്ത. അപ്പോൾ കൊട്ടാരക്കര വിക്രമന് 4 ഇടി കൊടുക്കാം, അത് തേറ്റി. അത് ഏതെങ്കിലും ഒരു കേസ് സഹോദരൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളും. പക്ഷേ കുറച്ച് പൈസ ഇറക്കണം സഹോദരന് കൊടുക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ മേലുദ്യോഗസ്ഥന് കൊടുക്കാനായിരിക്കും. അതെങ്ങനെ ശരിയാവും സുഹൃത്തെ? എന്നെ തെറി പറയുന്നവനാണെങ്കിലും ഞങ്ങൾ പഴയ നല്ല സുഹൃത്തുക്കളാണ്. അവൻ വിവരം കിട്ട വർത്തമാനങ്ങൾ ഇപ്പോൾ പറയുന്നു എന്നെപ്പറ്റി. നമ്മളും ആ വഴി പോയാൽ തന്തമാരൊന്നാവില്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ തിരിച്ചതുപോലെ മറുപടി പറയാത്തത്. എനിക്കപ്പോൾ തോന്നിയത്, കേരള രാഷ്ട്രീയത്തിൽ ഒരു വിവാദ നായകനില്ലേ, ദല്ലാൽ നന്ദകുമാർ. അങ്ങേർക്ക് പഠിക്കുകയാണോ ഈ ബാലചന്ദ്രകുമാർ എന്നായിരുന്നു എൻ്റെ സംശയം. വിയർക്കാതെ ലക്ഷങ്ങൾ നേടുക, ഒപ്പം പിക്ക് പോക്കറ്റ് എന്ന സിനിമ പിടിക്കുകയും ചെയ്യണം. ഇതിനൊക്കെ ദിലീപുമാരെ പറ്റിക്കാൻ കൊള്ളാം. ഇങ്ങനെയൊക്കെ ഗുണ്ടടിച്ചാൽ ചാനലുകാർക്ക് ആഘോഷിക്കാനും കൊള്ളാം. കോടതിയിൽ പക്ഷേ ഇതൊന്നും പുല്ല് വില കിട്ടില്ല എന്ന് ബാലചന്ദ്രകുമാറിനും അറിയില്ല, അയാളെ കൊണ്ട് നടന്നവന്മാർക്കും അറിയാതെ പോയതാണ്. ഇപ്പോൾ ഈ വിധി വന്നപ്പോൾ നമ്മൾ ഈ കോമഡിയൊക്കെ വായിക്കുന്നത്. ആലുവയിൽ സിനിമാ കഥ ചർച്ചയും സിനിമ എടുക്കുമ്പോൾ ചിലർക്ക് താമസിക്കാനുമായി ദിലീപ് നല്ല ഒരു 2 നില കെട്ടിടം വാങ്ങിയിട്ടിട്ടുണ്ട്. അവിടുത്തെ മുകൾ നിലയിൽ 2ാം നിലയിൽ ഒരു മുറി ബാലചന്ദ്രകുമാർ സാറിന് മാത്രമായിരുന്നു. സ്ഥിരമായിട്ട് സാർ അവിടെയാണ് താമസിക്കുന്നത്. കാരണം വീട്ടിൽ പോകണില്ലല്ലോ. രാവിലെ കുളിച്ച് ഈ റൂമിൽ നിന്ന് ഇറങ്ങും, ദിലീപിൻ്റെ വീട്ടിൽ ചെന്ന് അനൂപിൻ്റെയോ സൂരജിൻ്റെയൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. എന്നിട്ട് അവരെവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടെ ഇറത്തായിട്ട് കൂടെ നടക്കും. ഉച്ചയ്ക്ക് അവരുമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഉണ്ണും, തിരിച്ച് വീട്ടിൽ വരും. എന്നിട്ട് റൂമിൽ ചെന്ന് നടന്ന് ഉറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ദിലീപിൻ്റെ വീട്ടിൽ വരും. അനൂപിൻ്റെയും സൂരജിൻ്റെയൊക്കെ വർത്തമാനം പറഞ്ഞ് രാത്രി വരെ ഇരുന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് വീണ്ടും പോയി അവിടെ കിടക്കും. ജോലി എന്തെന്ന് കേട്ടാൽ പിക്ക് പോക്കറ്റിൻ്റെ തിരക്കഥ എഴുതുന്നതാണ്. എന്ത് തിരക്കഥ എഴുതുന്നു ഇവരാരും അന്വേഷിക്കാറില്ല. ഒന്നാമത് ഈ അനൂപും സൂരജും ഒക്കെ അന്തം വിട്ട് നടക്കുകയില്ലേ ദിലീപിനെ ഇറക്കാനായിട്ട്. അതിനിടയിൽ നീ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ ഒക്കില്ല. പിന്നെ ഇവനെ പോലെ ഒരാൾ കൂടെ ഉള്ളത് ഒരു ആശ്വാസമാണ്. ഗുണ്ടാണെങ്കിലും കേട്ടോണ്ടിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ താമസിക്കുന്നതിനിടയിൽ ബാലചന്ദ്രകുമാർ നോക്കിയപ്പോൾ അവിടെ ഒരു AC ഇളക്കി വെച്ചിരിക്കുന്നു, പുത്തൻ AC ഇളക്കി വെച്ചിരിക്കുന്നു. ദിലീപ് സാറേ, ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ബാലചന്ദ്രകുമാർ ദിലീപിനോട് ചോദിച്ചു. എടുക്കണ്ടെന്നോ എടുത്തോന്നോ ദിലീപ് പറഞ്ഞില്ല. അയാൾ വേറെ 100 പ്രശ്നങ്ങളിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അടുത്ത തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് അതിനൊരു പെട്ടിയിലാക്കി പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിലിപ്പോൾ AC വെച്ചിരിക്കുന്നത് പോലും ദിലീപിൻ്റേതാണ്. നമ്മളിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ദിലീപ് ഈ മുത്തുൻ്റെ ഭാര്യ പറയും, പിന്നെ ഞങ്ങൾ വേർത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്, അല്ലെങ്കിൽ നേറ്റിങ്ങര ബിഷപ്പ് എന്നാണെന്നൊക്കെ പറഞ്ഞു കളയും. പോട്ടെ. ബാലചന്ദ്രകുമാർ എന്ന കാഞ്ഞിരംകുളം മുത്തു എന്താ പറയുക, ഇങ്ങനെയുള്ള കളികളായിരുന്നു ഒരുപാട് കളിച്ചത്. ഇയാളുടെ ഒരു പടത്തിൽ അഭിനയിക്കാമെന്ന് ദിലീപ് ഏറ്റെന്നോ അല്ലെങ്കിൽ എന്നേറ്റെന്നോ അന്നു മുതൽ നീരാളിയെപ്പോലെ ഒരു പിടിപിടിച്ച മുത്തു തന്നെ കുരുക്കുമെന്നോ അതിനായി തൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കുമ്പോൾ പോലും റെക്കോർഡ് ചെയ്യുമെന്നോ ചിന്തിക്കാത്ത ദിലീപിനെയാണ് ഒരു കൂട്ടം മലയാളികൾ ദുഷ്ടനായും ചതിയനായും പെണ്ണുപിടിയനായും ക്രൂരനായും ചിത്രീകരിക്കുന്നതും വിശ്വസിക്കുന്നതും ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അയാളുടെ വീട്ടിലിരുന്ന് അയാളോടൊപ്പം ആഹാരം കഴിക്കുന്നതിനിടയിൽ അവിടെ സംസാരിക്കുന്നത് ടാബിലൊക്കെ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എത്ര ക്രൂരമായ മനസ്സായിരിക്കും. എന്നാൽ കാഞ്ഞിരംകുളം മുത്തു പുണ്യാത്മാവുമായി ഇതാണ് മലയാളിയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയാം. ഇത്രയും ആമുഖമായി ഞാൻ പറഞ്ഞത് ബാലചന്ദ്രകുമാർ കോടതിയിൽ കൊടുത്ത മൊഴികളും തെളിവുകളും പ്രോസിക്യൂഷൻ നിരത്തിയ വ്യാജ പൊട്ട തെളിവുകളും നിരീക്ഷിച്ച കോടതി കാഞ്ഞിരംകുളം മുത്തുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ 1711 പേജിലുണ്ട്. എല്ലാം അറിയേണ്ട കാര്യങ്ങളാണ്. വെറും ഗുണ്ടടിയും പൊങ്ങച്ചവും ദുസ്സഹമാണെന്ന് കോടതി ബാലേന്ദ്രകുമാറിൻ്റെ ഓരോ മൊഴിയെയും പറ്റി വിലയിരുത്തിയിട്ടുണ്ട്. CPM നേതാവ്
സഖാവ് കോലിക്കോട് കൃഷ്ണൻ നായർ മുത്തുവിൻ്റെ സ്വന്തം ആളാണത്രേ. മുഖ്യമന്ത്രിയുടെ വലങ്കൈയാണല്ലോ കോലിക്കോട് കൃഷ്ണൻ നായർ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് അടുക്കാൻ എനിക്ക് വലങ്കൈയായ കോലിക്കോട് കൃഷ്ണൻ നായർ ഉണ്ടായിരുന്നു എന്നാണ് മുത്തു അടിച്ച ഒരു ഗുഡ്. ഒന്നുകിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റണം. ഷീലേഖ അടക്കമുള്ള, ഷീലേഖയല്ല സന്ധ്യ അടക്കമുള്ള ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റണം, പുതിയ ഒരു ടീമിനെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നീട് ദിലീപുമായിട്ട് തെറ്റിയപ്പോൾ ഈ ADGP സന്ധ്യയ്ക്കും ഈ പറയുന്ന എന്താ പറയുക ബൈജു പൗലൂസിൻ്റെയൊക്കെ ദൈവ അവതാരമായിരുന്നു ഈ കാഞ്ഞിരക്കുളം മുത്തു. അങ്ങനെ ഈ ടീമിനെ മൊത്തം മാറ്റണമെന്നാണ് കോലിക്കോട് കൃഷ്ണൻ നായർ വഴി ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് കോടതിയിലും മുത്തു പറഞ്ഞത്. ഇവരാണ് പിന്നെ മുത്തുവിനെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ വീണ്ടും പറയണ്ടല്ലോ. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ചെന്നൈ ഓഫീസ് വഴി ഞാനൊരു പുതിയ റൂട്ട് തുറന്നിട്ടുണ്ട് എന്ന് മുത്തു അതും കോടതി പറഞ്ഞു. തിരുവനന്തപുരം വഴി തന്നെ നടക്കും, കോഴിക്കോട് വഴി പുല്ലുപോലെ ഈ പ്രശ്നം നടക്കും. മുഖ്യമന്ത്രി വരച്ച വരി വരും. പക്ഷേ എന്നാലും ഒന്നിൻ്റെ കൂടെ ഒരു തള്ളിരിക്കട്ടെ. അതിനാണ് ഈ മദ്രാസ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ മദ്രാസ് ഇത് വെച്ചിട്ട് അവരെ ഓഫീസ് വഴി ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടുള്ളത് എന്നാണ് മുത്തു പറയുന്നത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിരുന്ന പന്നീർശെൽവം വഴി ഞാനൊരു കളി കളിച്ചിട്ടുണ്ട്. എല്ലാം വലിയ വലിയ ആളുകളാണ്. പിന്നെ അക്കാലത്ത് കേരള ഗവർണർ വളരെ മാന്യനായ ജസ്റ്റിസ് സദാശിവമായിരുന്നല്ലോ. ജസ്റ്റിസ് സദാശിവം വഴി വേറൊരു കളിയും ഞാൻ വേറൊരു തരത്തിൽ കളിച്ചിട്ടുണ്ട്. നിരപരാധിയായ ഒരു കുറ്റവും ചെയ്യാത്ത ദിലീപ് സാറിനെ ജാമ്യം നൽകി ഉടനെ പുറത്തു വിടണം, എന്നാലേ എൻ്റെ പിക് പോക്കറ്റ് തുടങ്ങാനാവും. അതിനായി ജീവൻ മരണ പോരാട്ടമാണ് കാഞ്ഞിരക്കുളം മുത്തു നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂണിയൻ ഹോം മിനിസ്റ്റർ മിസ്റ്റർ അമിത് ഷായ്ക്ക് മുത്തു പറഞ്ഞ കാരണം സദാശിവം ഒരു മെയിൽ അയച്ചു. മുത്തു സദാശിവത്തിനോട് പറഞ്ഞു, ഗവർണറെ, എന്ത് സർ, ആ അമിത്ഷാ ഇല്ല തടിയൻ, അയാൾക്കൊരു മെയിൽ അയക്കൂ. അപ്പോൾ തന്നെ പാവം ജസ്റ്റിസ് സദാശിവം അമിത്ഷായ്ക്ക് മെയിൽ അയച്ചു. അപ്പോൾ ഇതിൽ വേറൊരു രസം എന്താണെന്ന് ചോദിച്ചാൽ മുത്ത് പറയുന്നത് അമിത്ഷാജി കൊടുത്ത ഒരു ഗിഫ്റ്റാണ് സദാശിവത്തിന് കേരള ഗവർണർ പോസ്റ്റ്. അമിത്ഷായാണ് കൊടുത്തത്. വെറും ഒരു ഉപകാര സ്മരണയ്ക്ക് കൊടുത്തതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്രത്തിലൊക്കെ BJP അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഗുജറാത്ത് കാലത്ത് സദാശിവം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരിക്കുന്ന കാലം അമിത്ഷാ ഏതൊരു കേസിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന ഒരു കേസിൽ പെട്ടു. ഇതറിഞ്ഞ സദാശിവം പുല്ലുപോലെ ആ കേസെടുത്ത് ചവറ്റുകുടിയിൽ കുട്ടയിൽ ഇടിയിച്ചു. സുപ്രീം കോടതി ജസ്റ്റിസായ സദാശിവം കേസ് വന്ന കീഴ്ക്കോടതിയിലെ ജഡ്ജിയെ വിളിച്ചു. ജഡ്ജി, ആ പയ്യനുണ്ടല്ലോ ഇപ്പോൾ കേസിലെ പ്രതിയായിരിക്കുന്ന തടിയൻ, ആ പയ്യൻ നമ്മുടെ ആളാണ്, ഭാവിയിൽ ചിലപ്പോൾ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ട്, അവനെ വിടരേ പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് പറഞ്ഞാൽ കീഴ്ക്കോടതിയിലെ ജഡ്ജിക്ക് കേൾക്കാതിരിക്കാൻ നോക്കുമോ? വിട്ടു. ഇത് മുത്തു കോടതി കൊടുത്താണ്, അല്ല ഞാൻ പറയുന്നതല്ല. കാലം കടന്നുപോയി. അമിത്ഷാ ജസ്റ്റിസ് സദാശിവ സ്വപ്നം കണ്ടതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി. തിരിച്ചൊരു പ്രത്യുപകാരം ചെയ്യാതിരിക്കുന്നത് നന്ദി കടല്ലേ എന്ന് അമിത്ഷായ്ക്ക് തോന്നി. ഉങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരട്ടുമാണ് എന്ന് അമിത്ഷാ സദാശിവത്തോട് ചോദിച്ചു. എന്നാ ഗിഫ്റ്റ് എന്ന് സദാശിവം ചോദിച്ചു. ഇന്നാ പിടിച്ചുക്കോ, ഇനി കേരള തലൈവർ നീ താനാ, ഇനി പൊക്കോ. കേരള ഗവർണറായിട്ട് അമിത്ഷാ കൊടുത്ത ഗിഫ്റ്റും വാങ്ങിച്ചോട്ട് അദ്ദേഹം രാജ്ഭവനിലെത്തി. അങ്ങനെ കേരള ഗവർണറായി ജസ്റ്റിസ് സദാശിവം. എന്തൊരു ജെന്റിൽമാനെ കുറിച്ചാണ് ഈ അപവാദ കഥകൾ പറയുന്നതെന്ന് ആലോചിച്ചു. ഇത് മുത്തു കോടതിയിൽ പറഞ്ഞ ഗുണ്ടാണ്, അണ്ടർലൈനിട്ട് വീണ്ടും പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയല്ല. ആ സദാശിവം പറഞ്ഞാൽ അമിത്ഷാ എന്ത് ചെയ്യും? തിരിച്ച് എന്തു വേണമെങ്കിലും ചെയ്യും. ഇതിനെ കാഞ്ഞിരക്കുളം മുത്തു മുതലാക്കി. സദാശിവം ഷായ്ക്ക് മെയിൽ ചെയ്തു. എന്തോന്ന് മെയിൽ ചെയ്ത്
ദിലീപിനെ ജാമ്യത്തിൽ വിടണമെന്ന്.